ബി.ജെ.പിയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് വിലക്ക്. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെ ഒഴിവാക്കി ബി.ജെ.പി സംസ്ഥാന സമിതി യോഗം ചേരുന്നു. കെ സുരേന്ദ്രനും വി മുരളീധരനും സി.കെ. പത്മനാഭനും സംസ്ഥാന സമിതി യോഗത്തിന് ക്ഷണമില്ല. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഈ സംസ്ഥാന സമിതി യോഗത്തിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നതാണ്. മുൻ ബി.ജെ.പി അധ്യക്ഷന്മാരെല്ലാം സാധാരണഗതിയിൽ പങ്കെടുക്കുന്നതാണ്. അത് കാലാകാലങ്ങളായുള്ള പതിവുമാണ്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിൽ ഏറ്റതിനു ശേഷം ചുമതല ഏറ്റതിനു ശേഷം ഇത്തരത്തിൽ പഴയ അധ്യക്ഷന്മാരെ തള്ളിയത്? ഇതിൽ ബി.ജെ.പി നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? എന്തായാലും നിലവിൽ ഇക്കാര്യത്തിലുള്ള വിശദീകരണം ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം മുതിർന്ന പല നേതാക്കളെയും ഒപ്പം തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളെ ഉൾപ്പെടെ മാറ്റി നിർത്തുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള അതൃപ്തി അത് ബി.ജെ.പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ വി മുരളീധരൻ, സി.കെ. പത്മനാഭൻ എന്നിവരെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വന്നത്. കെ സുരേന്ദ്രൻ കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും ക്ഷണം ലഭിച്ചില്ല. സി.കെ. പത്മനാഭനും വി മുരളീധരനും കേരളത്തിൽ തന്നെയുണ്ട്, പക്ഷേ ഇവരെയും ക്ഷണിച്ചില്ല. സാധാരണഗതിയിൽ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. മുതിർന്ന നേതാക്കൾ കൂടിയാണ് ഈ മൂന്ന് പേരും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഉൾപ്പെടെ ഇവർ ഉൾപ്പെടാറുമുണ്ട്. എന്തായാലും കോർ കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ് കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ. അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ഒരു നീക്കമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ IT സെൽ ഉൾപ്പെടെയുള്ള സെല്ലുകളിലേക്ക് ഉൾപ്പെടെ തന്റെ അടുപ്പക്കാരെയാണ് രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചിട്ടുള്ളത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. IT സെല്ലിന്റെയും ഒപ്പം തന്നെ പ്രധാന ചുമതലകളിൽ ഉൾപ്പെടെ ഇരുത്തിയത് ഡൽഹിയിലൊക്കെ പ്രവർത്തിച്ച് അനുഭവം സമ്പത്തുള്ള നേതാക്കളെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ തരത്തിലുള്ള ഇടപെട്ട് പരിചയമില്ലാത്ത ആളുകളെ നേതൃതലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിമർശനം ബി.ജെ.പിയിൽ ഉയരുകയും RSS ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനിടെ ആണ് ഇത്തരത്തിൽ മുതിർന്ന പ്രധാന നേതാക്കളെ തന്നെ ഒഴിവാക്കി അവരെ വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന സമിതി യോഗം ചേരുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. അജി, മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ബി.ജെ.പിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി എന്ന തരത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിൻ വായാൻ.